ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട് കേട്ടോ. മഴക്കാലം തുടങ്ങിയ പോലെയാണ്. വെയിലൊക്കെ മാറി ഒരു ഉച്ച സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴയാണ് കേട്ടോ. അപ്പം ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നേ. അപ്പോൾ വെളുപ്പിനെ ആയപ്പോൾ രാവിലെ എണീറ്റു മോളൊക്കെ ആയിട്ട് മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുമായിരുന്നേ. അപ്പം അന്നേരം തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ ഇത്. വളരെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒത്തിരി കളിച്ചിട്ടുണ്ട് ചേച്ചിമാരൊക്കെ ആയിട്ട്. ഇങ്ങനെ മാറി മാറി പറ്റിച്ച് കൊണ്ടുപോയി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നിർത്തിയിട്ട് മരം കുലുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നെസ്റ്റാൾജി അടിച്ചു കിട്ടും രാവിലെ. അപ്പോൾ അതുകൊണ്ട് മോളുമായിട്ട് കുറച്ച് സമയം അങ്ങനെ കളിച്ചേ. അത് കഴിഞ്ഞ് മുറ്റത്തൂടെയൊക്കെ നോക്കി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ പുല്ലരി ഉണ്ടോ, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ മഴത്തുള്ളി പോലെ ഒരു സംഭവം കിട്ടും. അതെടുത്ത് ഇങ്ങനെ കണ്ണിൽ എഴുതുമായിരുന്നു ചെറുപ്പത്തിലേക്ക്. നല്ല തണുപ്പാണ്, സുറുമ എഴുതുന്ന പോലെ നല്ല തണുപ്പാണ്. മഴത്തുള്ളി നമ്മൾ ഈ കണ്ണുത്തുള്ളി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ പറയണേ. അപ്പോൾ ഇതൊരു എന്തോ ഭംഗിയുള്ളൊരു പൂവ്, എന്തോ കാട്ടുപൂവാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാവിലെ മുറ്റത്തൂടെയൊക്കെ ഇല്ലാത്തുന്നുണ്ടേ. അപ്പോൾ നമുക്ക് റംബൂട്ടാൻ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കായൊക്കെ ആയി ഒന്ന് ഞങ്ങൾ പറിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടേ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നേ. കാറ്റും മഴയുണ്ടല്ലോ, അപ്പം അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ മുറ്റത്തിറങ്ങിയപ്പോൾ അത് കൊഴിഞ്ഞു കിടക്കുന്നതൊക്കെ മോള് പിറക്കി കളയുമായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയാം കേട്ടോ. അച്ഛൻ എവിടെ പോയാലും ആ പുറകെ കേട്ടോ. ചാച്ചി രാവിലെ മുറ്റം തൂക്കാന്നുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നേ. അപ്പം ഞാനും ആ കൂടെ ഇറങ്ങി. അന്നേരം കുഞ്ഞും ഇറങ്ങി. ഇത് കണ്ടോ, ഓടി നടന്ന് പെറുക്കി കളയുവാണേ. അപ്പോൾ റംബൂട്ടാൻ അത് മൂത്ത് വരുന്നതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ കാറ്റും മഴയൊക്കെ ആയിട്ട് അത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം, അത് ഒരു കൊലയിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ തോട്ടിയിട്ട് താത്തി പറിച്ചു കേട്ടോ. ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും മധുരം ഉണ്ടായിരുന്നേ, പുളിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനും മോളും അച്ഛനും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബാക്കിയൊന്നും ആയി വരുന്നതേ ഉള്ളേ. പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ അമ്മ തുണി കഴുകാനുണ്ടായിരുന്നേ. അമ്മ തുണി കഴുകായിരുന്നു. അച്ഛനും മുറ്റത്തോരോ പണിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഞാൻ കയറി വന്നിട്ട് മുട്ട പുഴുങ്ങാനിട്ടു കേട്ടോ. അപ്പം നമ്മൾ കാടമുട്ടയാണ് കുഞ്ഞിന് കൊടുക്കാമല്ലോ ഓർത്തിട്ടേക്കുന്നതാണ്. അപ്പം അങ്ങനെ പിന്നെ ഗ്യാസിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് അടുപ്പിലാണ് കേട്ടോ കൂടുതലും കുക്കിങ്ങൊക്കെ. അപ്പം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഓർത്ത് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പം എൻ്റെ വീടാണേ. അപ്പോൾ നമ്മൾ കട്ടപ്പനയിലെ വീടല്ല, എൻ്റെ സ്വന്തം വീട്ടിലാണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ആ സ്ലാബിലൊക്കെ മറ്റേ ഈ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റിക്കർ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാലക്രമേണ കുറേ വർഷമായതാണ്. അങ്ങനെ അത് വൃത്തിയാക്കുന്നതിനിടയിലൊക്കെ പൊളിഞ്ഞൊക്കെ പോയി കേട്ടോ. പിന്നെ അതങ്ങനെ ഉപേക്ഷിച്ചു. ഇപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്നൊന്നുമില്ല. അവിടെ പാത്രം കഴുക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകാനുണ്ട്. നമ്മൾ അടുപ്പിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല അധികം കരിപ്പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രം കഴുകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് തുളമഴയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തി വർക്ക് ഏരിയയിൽ അരകലിൻ്റെ സൈഡിൽ വെച്ച് കഴുകാമെന്ന് വിചാരിച്ചേ. കാരണം മഴയാണല്ലോ, മഴ നനഞ്ഞ് നമുക്ക് മുറ്റത്ത് നിന്ന് കഴുകാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ കഴുകാമെന്ന് വിചാരിച്ചു തുടങ്ങി കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ, കൂടുതലും ചോറും കറിയും വെച്ച് അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ, കരിയുള്ള പാത്രങ്ങളാണ്. പിന്നെ ആളെണ്ണം കുറവായതുകൊണ്ട് ഇപ്പം കൂടുതൽ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ ഷോക്കേസിൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, 1-2 ഗ്ലാസ്സൊക്കെ എടുത്ത് വയ്ക്കാറുള്ളൂ കേട്ടോ. എനിക്കെല്ലാം അടുക്കി ഒതുക്കി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇഷ്ടമില്ലാത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പാത്രം കഴുക്കും തുണി കഴുക്കും എനിക്കിഷ്ടമല്ല കേട്ടോ. മൊത്തത്തിലും മടിയാണ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിങ്ങനെ കൂട്ടി കൂട്ടി ഇടുന്നതും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുന്ന അങ്ങനെ ഒരു ശീലമാണ്. പിന്നെ എന്നെപ്പോലെ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്ന കാണുന്നതാണ് കേട്ടോ. മറ്റുള്ളവർ ക്ലീൻ ചെയ്ത് വയ്ക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട്. അടുക്കി ഒതുക്കി നീറ്റാക്കിയൊക്കെ ഇടുന്ന വീഡിയോസ് ഒരുപാടുണ്ടല്ലോ. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ കാണാനാണ് ഇഷ്ടം. സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അങ്ങനെയല്ല എന്നാലും പിന്നെ അങ്ങനെ കൂട്ടി വയ്ക്കാറൊന്നുമില്ല. അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി സ്റ്റാൻഡൊക്കെ കഴുകിട്ടോ. ഈ സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. അത് പെട്ടെന്ന് എടുത്ത് കഴുകാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവറിൻ്റെ ഇതിലായിരുന്നു കേട്ടോ. ഫ്ലവറിൻ്റെ ഒരു ബേസും അതിനിങ്ങനെ 6 സ്റ്റാൻഡൊക്കെ ആയിട്ട്. പക്ഷെ അത് കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നേ. പൊടിയും പിന്നെ ഈ വെള്ളമൊക്കെ കിടന്നിട്ട് പായൽ പോലെയും അങ്ങനെയൊക്കെ വരുമായിരുന്നു. വെള്ളം നമ്മൾ കഴുകി കഴിഞ്ഞ് അല്ലെ ചായയൊക്കെ കുടിച്ച് ഗ്ലാസ് കഴുകി കമത്തി വെച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ നിന്നിട്ടേ
അത് നമുക്ക് പായൽ പോലെയോ അഴുക്ക് പോലെയൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അത് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഓർഡർ ചെയ്ത കേട്ടോ. എന്തോ 160 രൂപ അടുത്ത് അത്രയേ ആയിട്ടുള്ളേ. അപ്പോൾ അങ്ങനെ പിന്നെ പാത്രമല്ല, അത് അവിടെ മൂടി വെച്ചിരുന്നൊരു പാത്രം കേട്ടോ, ഉപയോഗിക്കുന്ന പാത്രമല്ല, എന്തോ മൂടി വെച്ചിരുന്നതാണ്, വെള്ളം എന്തോ മൂടി വെച്ചിരുന്നതാണ്. പിന്നെ ഈ ചായപാത്രമാണ് കേട്ടോ. ഇപ്പം കൂടുതലും നമ്മൾ അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പോയ പഴയ പാത്രങ്ങളൊക്കെ കേട്ടോ അടുപ്പിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് അരിയൊക്കെ ആണെങ്കിലും തേച്ച് കഴുകിയെടുക്കാനായിട്ട് കുറച്ച് നല്ല പാടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴുകി ആ ചട്ടിയൊക്കെ ഒന്ന് വെളുത്ത് കഴിയുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഓ, ഇത്രയൊക്കെ ആയല്ലോ എന്ന്. പണ്ട് സബീന എന്ന് പറഞ്ഞൊരു പൊടി ഉണ്ടായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകാനേ. ഇപ്പം അതില്ലെന്ന് തോന്നുന്നു, അങ്ങനെ കണ്ടിട്ടില്ല. അത് നല്ലൊരു പൗഡറായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകാനായിട്ട്, കരിപ്പാത്രമൊക്കെ കഴുകാനായിട്ട് നല്ലതായിരുന്നു. പണ്ട് ആൻറ്റിയൊക്കെ അവധി സമയങ്ങളിൽ വീട്ടിലൊക്കെ വരുമ്പോൾ അങ്ങനെ സബീന എന്ന് പറഞ്ഞ പൗഡർ വാങ്ങിച്ച് കഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ നല്ല പരിചയം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ട് എക്സോയും വിം ബാറിൻ്റെ സോപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വിമ്മാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സോയുടെ സോപ്പാണ് കേട്ടോ. എക്സോയുടെ സോപ്പ് കുറച്ച് കട്ടിയാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് അലുക്കത്തില്ലേ. പിന്നെ വിമ്മിൻ്റേത് പെട്ടെന്ന് അലുക്കും, പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ കരി പോകുന്ന ഫീലുണ്ട് കേട്ടോ. ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കരിപ്പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞിനും ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് ബ്രഷൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ഇതുവരെ കോൾഗേറ്റോ ക്ലോസപ്പോ ഒന്നും, അതായത് കുട്ടികളുടെ ആണെങ്കിൽ പോലും പേസ്റ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം 3 വയസ്സായിട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഒരു ടിന്നിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നത്. കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിനൊരു ചെറിയൊരു പോച്ചിലൊക്കെ ഉണ്ട്, പക്ഷേ ആൾ അതങ്ങനെ യൂസ് ചെയ്ത് ഇപ്പം അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. രണ്ടാമത് പിന്നെയാണെങ്കിലും വാങ്ങിച്ച് തേക്കുവേ, തന്നെ തേച്ചോളും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അപ്പുറത്ത് നിന്ന് അമ്മയും പല്ല് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി കയറി വന്നു. അപ്പോഴും എൻ്റെ പാത്രം കഴുകി കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നേ ഈ കരിപ്പാത്രം ആയതുകൊണ്ട് ഭയങ്കര പാടാണല്ലോ കഴുകാനായിട്ടേ. അപ്പോൾ അങ്ങനെ കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഓൺലൈനിലൊക്കെ ഒരിടയ്ക്ക് വൈറലായിരുന്നേ, ടവൽ പോലെ, പക്ഷെ അത് ഫേക്കായിരുന്നു കേട്ടോ. ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. 10 രൂപ എങ്ങാണ്ടായിരുന്നു ഒരു ഷീറ്റ്. നമ്മളോർക്കും നല്ല ഇതായിരിക്കുമെന്ന്, പക്ഷേ ഒറ്റ യൂസിൽ തന്നെ അത് ശരിക്കും ഒരു തുണി പരുവത്തിൽ അത് മാറും കേട്ടോ. പിന്നെ നമുക്കത് ചെയ്യാനൊന്നും എന്നാ പറയുന്നത്, ആ ഒരു ശരിക്കും സ്റ്റീൽ സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ വരത്തില്ല. അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ ആ സ്റ്റീൽ സ്ക്രബ് നമ്മൾ അമർത്തി വരയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കുത്തിക്കയറും. അപ്പോൾ എനിക്ക് ഇങ്ങനെ കയ്യിൽ അലർജി ഉണ്ട് കേട്ടോ, സൈഡൊക്കെ പൊട്ടുവേ, കൈയുടെ സൈഡൊക്കെ. അപ്പോൾ അത് ഞാൻ സ്റ്റീൽ സ്ക്രബ് പൊതിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് അങ്ങനെ കുത്തിക്കയറത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഒരു ഈസി വേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അരകല്ലിൽ വെച്ച് കഴുകുന്നത് കണ്ടിട്ട് ആരും ഒന്നും പറയല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് വെച്ച് കഴുകാൻ പറ്റത്തില്ല, മഴയാണേ. അപ്പോൾ അതുകൊണ്ടാണ്, മഴയും ചാറ്റൽ മഴയുണ്ട്, പിന്നെ വെയിൽ തെളിയുന്നുണ്ട്, പിന്നെയും മഴയുണ്ട്. അങ്ങനെ മാറി മാറി രാവിലെ തൊട്ട് ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, ഇനി അഥവാ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാത്രമൊക്കെ എടുത്തുകൊണ്ട് പിന്നെയും ഓടി നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പം വലിയ പ്രശ്നമില്ല, സേഫാണ്. അപ്പോൾ ഇതൊക്കെ പാത്രമൊക്കെ ഒന്ന് കഴുകി കഴിയുമ്പോഴേ അരകല്ലിൻ്റെ തറയൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഞാനത് നല്ലപോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കിയിടും കേട്ടോ. കരിയാക്കി അമ്മ ഓടിക്കുവേ, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കരിപ്പാത്രം അവിടെ വെച്ച് കഴുകുന്നത് നല്ലപോലെ ഉരച്ച് കഴുകി കളഞ്ഞിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരകല്ലിൽ അങ്ങനെയൊന്നും ഇപ്പോൾ അരയ്ക്കുന്നില്ല കേട്ടോ. ഇപ്പം മിക്സിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ചതയ്ക്കാനോ പൊടിക്കാനോ ഒക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. അങ്ങനെ തേച്ച പാത്രങ്ങൾ ഓരോന്ന് കഴുകി ഞാൻ അകത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ലാസ്റ്റത്തെ ഒരു ഇഡ്ഡലിത്തട്ടാണ്. ഇതിൽ കുറച്ച് നല്ല രീതിക്ക് തന്നെ കരിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല സ്ട്രെയിൻ ചെയ്ത് വേണം ഉരച്ച് കഴുകാനായിട്ട്. ഇതൊക്കെ ശരിക്കും ഞാൻ വല്ലപ്പോഴും ചെയ്യുന്ന പണിയാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങൾക്ക് സ്റ്റൗവാണ് കേട്ടോ, ഗ്യാസിൻ്റെ പരിപാടിയുള്ള അടുപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കരിപ്പാത്രമൊന്നും വരാറില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പാത്രക്കഴുകൾക്ക് മാത്രമേ ഉള്ളൂ ഒരു വിഷയം. അല്ലാതെ കുക്കിങ്ങൊക്കെ എനിക്ക് അടുപ്പിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. ഫുഡാണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അടുപ്പായിരുന്നു കേട്ടോ. അന്നൊന്നും ഗ്യാസ് കണക്ഷനൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ രാവിലെ എല്ലാവരും കൂടെ എണീറ്റ് ചോറും കറിയൊക്കെ ആക്കി എല്ലാവർക്കും പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ബാക്കി ഞങ്ങൾ 4 പിള്ളേരും അച്ഛനും ജോലിക്ക് പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകും, അച്ഛൻ ജോലിക്ക് പോകും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ
അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാനിവിടെ വന്നു കഴിയുമ്പം ചോറും കറിയൊക്കെ അടുപ്പിലൊക്കെ തന്നെയാണ് വെക്കുന്നത്. ഇപ്പം ഗ്യാസിൻ്റെ ലഭ്യത കുറവുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. കാരണം ചിരട്ടയും ചകിരിയും വിറകുമൊക്കെ ഇഷ്ടം പടിയുണ്ട്. അപ്പോൾ പിന്നെ കൂടുതലായിട്ടും നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ പാചകമൊക്കെ നടത്തുന്നത്. പിന്നെ ഇത് ഞാൻ അകത്ത് അവിടെ ഒരു വാഷ് ബേസിൻ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെക്കുന്നതാണ്. രാത്രിയിലൊക്കെ ഒന്ന് കഴുകാനായിട്ട് ടാപ്പൊന്നുമില്ല, അല്ലാതെ സിങ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കൈ ഒന്ന് കഴുകണമല്ലോ, പാത്രം ഒന്ന് കഴുകണമല്ലോ, പുറത്തിറങ്ങണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ, ഒരു ബേസിനാണ്. അപ്പോൾ അതും ഒന്ന് കഴുകി വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അകത്തിനി ആ സിങ്കും കൂടി ഒന്ന് കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ അതും കുറച്ച് മെസ്സിയാണ്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ കുറച്ച് മുന്നേ ഗ്ലാസ്സൊക്കെ കഴുകിക്കൊണ്ട് പോയില്ലേ, അപ്പോൾ ഗ്ലാസ്സൊക്കെ വെക്കുന്ന ഒരു മേശയാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് മാത്രമേ വെക്കാറുള്ളൂ, ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ പോലെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് തുടച്ചിട്ട് അതിന് മുകളിൽ ഗ്ലാസ് സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് അവിടെ ഒന്ന് സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞ് സിങ്കും കൂടി ഒന്ന് കഴുകിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സിങ്കൊക്കെ കഴുകി അതൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കണേ. കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഇതുപോലെ തോന്നി കേട്ടോ. എന്താ പറയുക, വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് പതയല്ലേ, അപ്പം അതിങ്ങനെ പതിയെ സ്ലോ മോഷനിൽ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് എന്തോ ഒരു തലയ്ക്ക് എന്തോ ഒരു മന്ദത പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്തോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴുകി വൃത്തിയാക്കിയിട്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ അത്യാവശ്യം പണിയൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള അലുകുലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പേപ്പറൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേറൊരു പേപ്പറൊക്കെ എടുത്തിടുക. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുക. അപ്പം രാവിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു, പാത്രം കഴുകും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ രാവിലെ പുഴുങ്ങാനിട്ട മുട്ടയില്ലായിരുന്നു, രാവിലെ തന്നെയാണ് കേട്ടോ, അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് മോള് കയറി വന്നിട്ട് നടക്കുമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അവൾക്ക് അങ്ങനെ മുട്ട ഒരെണ്ണം കൊടുത്തു. പിന്നെ അച്ഛനും ഞാനും കഴിച്ചു കേട്ടോ. അമ്മ അങ്ങനെ കഴിക്കാറില്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിനിടയിലൂടെ ഇതൊക്കെ നടത്തി കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജിൻ്റെ അലുകുലത്തെ സാധനങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ ഇപ്പം. അപ്പോൾ പിന്നെ ഞാൻ അവിടെ എല്ലാം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അരകലിൻ്റെ ഒരു സ്പേസൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ.